എല്ലാവർക്കും നമസ്കാരം. കുറേ നാളായി ഹൈറിച്ചിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ട്. എന്താണ് ഹൈറിച്ചിൻ്റെ വീഡിയോ ചെയ്തത് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്, എന്താണ് ഹൈറിച്ചിൻ്റെ വീഡിയോ ചെയ്യാത്തതെന്ന്. അപ്പോൾ ഹൈറിച്ചിനെതിരായിട്ട് ഒരുപാട് വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനായാലും നമ്മൾ ഹൈറിച്ചിൻ്റെ അവർക്കെതിരെ ഒരു സംസാരം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യാണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഹൈറിച്ചിലെ എല്ലാ ആൾക്കാരും ഏകദേശം എല്ലാവർക്കും ജീവിക്കണ്ടേ, നമുക്ക് ആരും കുറ്റപ്പെടുത്താൻ പറ്റില്ല. മാക്സിമം എല്ലാ ആൾക്കാർക്കും പല പല കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അവരെ കുടുംബം കഴിയണ്ടേ, അത് എല്ലാവർക്കും അറിയാം. നമ്മുടെ കമ്പനിയെ പൂട്ടിക്കുക, ഹൈറിച്ച് കമ്പനിയെ എന്ന് പറയുന്ന കമ്പനിയെ പൂട്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഏകദേശം എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്, ഒരു 10-36 ആൾക്കാർ ഏകദേശം 24 മണിക്കൂറും വർക്ക് ചെയ്യുന്നുണ്ട് ഏകദേശം ഈ ഒരു 12 മാസക്കാലം. അതിൻ്റെ അവരുടെ ഒരു പ്രയത്നമാണ്. അവരെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത്, അവരോട് സംഭവിച്ച ഈ ഒരു കൊട്ടേഷൻ ടീമിനെ സംബന്ധിച്ചിട്ട് അവരുടെ അടുത്തൊരു കൊട്ടേഷൻ ടീം വെച്ചാൽ 2 മാസം കൊണ്ട് പൂട്ടിക്കുക എന്നുള്ളൊരു കൊട്ടേഷൻ ടീമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഊഹിക്കുന്നതാണ്, സത്യം അറിയില്ല കേട്ടോ, എൻ്റെ ഒരു ഊഹമാണ്. 2 മാസം കൊണ്ട് പൂട്ടിക്കുക എന്നുള്ള കൊട്ടേഷൻ എടുത്തൊരു ടീമാണ് ഈ ഒരു കമ്പനിക്കെതിരെ പ്രവർത്തിക്കുന്നത്. അവരെ സംബന്ധിച്ച് ഏറ്റവും ഒരു വെല്ലുവിളിയാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഹൈറിച്ച് തന്നെ ഓരോ ആൾക്കാരെ കേസ് കൊടുപ്പിച്ചുകൊണ്ട് കമ്പനി പൂട്ടിപ്പിക്കുക, അതല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാവരും മനസ്സിലാക്കുക. നമ്മളെ കുടുംബത്തിൽ തന്നെയുള്ള ഓരോ ആൾക്കാരെ കൊണ്ട് എങ്ങനെ ആ കുടുംബത്തിൽ നമ്മളെ ഓരോ കുടുംബത്തിലെ ആൾക്കാർ ഇവരുടെ ഒരു ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് ഇവരെ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കേസ് കൊടുത്താൽ എല്ലാവർക്കും അറിയാം, ഒരു കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ആ കേസിൻ്റെ ഫൈനൽ തീരുമാനം എടുക്കുന്നത് ജഡ്ജിയാണ്. നമുക്ക് അവിടെ ഒന്നും ചെയ്യാല്ല. ഒരു കേസ് കോടതി എത്തിക്കഴിഞ്ഞാൽ അവിടെ അഡ്വക്കേറ്റും കാര്യങ്ങളാണ് അവിടെ കാര്യങ്ങൾ ചെയ്യുക, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇവർക്കറിയാം, ഈ നമ്മൾ കമ്പനിക്കെതിരെ പ്രവർത്തിക്കുന്ന കൊട്ടേഷൻ ടീമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാക്സിമം കേസ് കൊടുപ്പിച്ചുകൊണ്ട് കമ്പനിയെ പൂട്ടിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അത് നമ്മളെല്ലാം ഹൈറിച്ച് എല്ലാ ആൾക്കാരും മനസ്സിലാക്കി. ഇപ്പോഴും നമ്മൾ പല ആൾക്കാരും ഇപ്പോൾ നിരന്തരമായിട്ട് കേസ് കൊടുക്കുകയും കാര്യങ്ങൾ, നമ്മൾ കേസുകൾ എത്രത്തോളം കൂടുന്നു അത്രത്തോളം നമുക്ക് ബുദ്ധിമുട്ടാണ്. നമുക്ക് കേസ്, എനിക്ക് തോന്നുന്നത് ഒരു കേസ് കൊടുത്തുകൊണ്ട് നമ്മുടെ ഒരു വരുമാനം കിട്ടുക എന്നുണ്ടെങ്കിൽ മിനിമം എനിക്ക് തോന്നുന്നത് 10, 15, 20 വർഷം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു വർഷ കാലഘട്ടം നമ്മൾ ഏതൊക്കെ മനുഷ്യൻ ജീവിച്ചിരിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലത്തെ കൊട്ടേഷൻ ടീമിൻ്റെ വാക്കുകൾക്ക് നിങ്ങൾ ചെവി കൊടുക്കാണ്ടിരിക്കുക, നിങ്ങൾ ആ ഒരു രീതിയിൽ കേസ് കൊടുക്കാണ്ടിരിക്കുക, നമ്മൾ കമ്പനി തിരിച്ചു വരട്ടെ, അതെല്ലാവരും ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇത്രയും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇത്രയും ഒരു 6-7 വർഷ കാലഘട്ടമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയെ ഒറ്റയടിക്ക് പൂട്ടുക എന്നുള്ള ലക്ഷ്യം വന്നിരിക്കുന്നത് ആർക്കായിരിക്കാം? എല്ലാവരും ഒന്ന് ചിന്തിക്കറോ? ഈ ഒരു കമ്പനി 2009 കൂടി ലോകം കീഴടക്കുന്ന ലോകത്തിൽ പല കമ്പനികൾക്കും മനസ്സിലാക്കിക്കൊണ്ടതാണല്ലോ ഈ ഒരു കമ്പനീനെ പൂട്ടിക്കുക എന്നുള്ള ഒരു രീതിയിൽ കൊട്ടേഷൻ കൊടുത്തുകൊണ്ട് ഈ ഒരു കേസും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കൊട്ടേഷൻ ടീം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കറോ? ഈ ഹൈറിച്ചിലെ മൊത്തം ആൾക്കാർ നിങ്ങളെന്താണെന്ന് മനസ്സിലാക്കാതെ? എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക. അതുപോലെ നമ്മൾ ഹൈറിച്ച് കമ്പനിയിലത്തെ മൊത്തം ലീഡേഴ്സൊക്കെ എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഏതൊക്കെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന അതൊന്നും കുഴപ്പമില്ല, കാരണം എല്ലാവരും ജീവിക്കണ്ടേ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ എങ്കിലും താഴേക്കിടയിലെ ആൾക്കാരൊക്കെ നിങ്ങളെ കെറുപ്പിൽ വന്ന ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ സംരക്ഷിക്കേണ്ടത് നിങ്ങളൊക്കെ എല്ലാം ഉത്തരവാദിത്തമാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സംരക്ഷിക്കുന്ന രീതിയിൽ പൂർവാധിക ശക്തിയോടുകൂടി നമ്മുടെ കമ്പനി തിരിച്ചു വരട്ടെ. അപ്പോൾ നമ്മൾ ലീഡേഴ്സൊക്കെ എല്ലാവരും ഒത്തൊരുമയോടെ ഒരു കൂട്ടായ്മയായിട്ട് വരിക, കമ്പനി തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂട്ടായ്മയോട് ഒന്ന് ഒത്തൊരുമിക്കുന്ന രീതിയിൽ എവിടെയെങ്കിലും കൂടി ചേർന്നുകൊണ്ട് ഒരു കൂട്ടായ്മ ചേർക്കുകയും ഹൈറിച്ച് കമ്പനിയെ തിരിച്ചു കൊണ്ടുവരികയും താഴേക്കിടയിലെ മൊത്തം ആൾക്കാരുടെ പൈസ കൊടുക്കുന്ന രീതിയിലും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവരുടെയും പൈസ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ചാനലിലൂടെ എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.